ടിക്കറ്റ് ഫിനാലയുടെ 7ാമത്തെ ടാസ്ക് ചവിട്ട് നാടകം. അതിനു മുമ്പ് വേറൊരു നാടകം കിട്ടാ, അത് നിങ്ങളൊന്ന് കണ്ടുനോക്കെ, നല്ല കോമഡിയാണ്. ഇനി ടാസ്കിലേക്ക് വന്ന സീസോ മോഡലുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ബാലൻസ് ചെയ്ത് നിൽക്കണം, കാല് കൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കണം. ഒരു സൈഡിൽ കാല് കൊണ്ട് ചവിട്ടി പിടിക്കണം, മറ്റേ സൈഡിൽ ഒരു ഫ്ലവർ വേസ് ഒന്ന് വെക്കും. ആ ഫ്ലവർ വേസ് താഴെ വീഴാതെ സൂക്ഷിക്കണം. ഇതായിരുന്നു ടാസ്ക്. ഏറ്റവും കൂടുതൽ സമയം ആരാണോ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് അവരാണ് ടാസ്കിലെ വിജയി. ആദ്യ രണ്ടു മത്സരിച്ച് നോറയും സായിയുമാണ്. നോറയെ മാക്സിമം ഔട്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നോറ വിട്ടുകൊടുത്തില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സായിയുടെ ബാലൻസ് തെറ്റി സായിയുടെ ഫ്ലവർ വേസ് താഴെ വീണു. സായി ടാസ്കിൽ നിന്ന് ഔട്ടായി. അടുത്ത മത്സരത്തെ വന്നത് നന്ദനയായിരുന്നു. ഈ സമയത്ത് നോറ 2 മണിക്കൂർ പിന്നിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നോറയുടെയും ബാലൻസ് തെറ്റി ഫ്ലവർ വേസ് താഴെ വീണു. നോറയും ടാസ്കിൽ നിന്ന് പുറത്തായി. നോറ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. 2 മണിക്കൂർ കൂടുതലാണ് നോറ ബാലൻസ് ചെയ്യുന്നത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അടിപൊളിയായി നോറ, അടിപൊളി. അടുത്തിടെ വന്ന അഭിഷേകാണ്. അഭിഷേകിന് ഒട്ടും ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. വന്ന ഉടനെ തന്നെ ടാസ്കിൽ നിന്ന് പുറത്തായി. അടുത്ത ഋഷി ആയിരുന്നു. ഈ സമയത്ത് നന്ദന 1 മണിക്കൂർ പിന്നിട്ടിരുന്നു. ബിഗ് ബോസ് അനൗൺസ് ചെയ്തതും നന്ദനയുടെ ബാലൻസ് തെറ്റി നന്ദനയുടെ ഫ്ലവർ വേസും താഴെ വീണു. അങ്ങനെ നന്ദനയും ടാസ്കിൽ നിന്ന് പുറത്തായി. അടുത്തിടെ സിജോ വന്നു. സിജോ അധികം നേരം നിന്നില്ല. മസിൽ പിടിച്ചത് എന്തുകൊണ്ടോ തോന്നുന്നു. സിജോ പെട്ടെന്ന് തന്നെ ടാസ്കിൽ നിന്ന് പുറത്തായി. അടുത്തിടെ ജാസ്മിനും വന്നു. ജാസ്മിനും അധികം നേരം നിന്നില്ല. ജാസ്മിനും ഫ്ലവർ വേസ് താഴെ വീണു. ജാസ്മിനും ടാസ്കിൽ നിന്ന് പുറത്തായി. അടുത്ത അർജുനായിരുന്നു വന്നത്. അർജുൻ വന്നപ്പോൾ ഋഷിയും അർജുനൊക്കെ ഒരുപാട് പാട്ടൊക്കെ പാടിയാണ് ആ ടാസ്ക് തുടർന്നു കൊണ്ടുപോയത്. പക്ഷെ ഋഷി ആ സമയത്ത് ടാസ്കിൽ നിന്നും ഔട്ടായി പോയി. അടുത്ത ശ്രീതു വന്നു പോയി. ജിൻഡോ വന്നു. ജിൻഡോ കിറ്റ് ചെയ്ത് പോയി. അർജുൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അർജുനാണെങ്കിൽ ഒരേ പാട്ടായിരുന്നു കേട്ടോ. പാട്ടും പാടിയിട്ടാണ് അത്രയും സമയം നിന്നത്. അവസാനം അങ്ങനെ അർജുനും പുറത്തായി. അപ്പൊ നോറയുടെ സന്തോഷം കാണായിരുന്നു. സന്തോഷിച്ചേ പറ്റൂ. അത്രയ്ക്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നോറ. അങ്ങനെ 1ാം സ്ഥാനത്ത് നോറയായിരുന്നു. 2 മണിക്കൂർ 35 മിനിറ്റാണ് നോറ നിന്നത്. 2ാം സ്ഥാനത്ത് ഋഷിയായിരുന്നു. ഋഷി നിന്നത് 1 മണിക്കൂറും 59 മിനിറ്റുമായിരുന്നു. 3ാം സ്ഥാനത്ത് അർജുനായിരുന്നു. 1 മണിക്കൂറും 56 മിനിറ്റുമായിരുന്നു അർജുൻ നിന്നത്. അടുത്ത 8ാമത്തെ ടാസ്ക് ആയിരുന്നു മുഖമുദ്ര. 10 പേർക്കുമായി 10 ബോർഡുകളും സ്റ്റാമ്പ് പാഡുകൾ നൽകും. അവരവർക്ക് നൽകിയ സ്റ്റാമ്പ് പാഡുകൾ ഉപയോഗിച്ച് അടുത്തവരുടെ ബോർഡിൽ മുദ്ര പതിപ്പിക്കണം. ഇതായിരുന്നു ടാസ്ക്. സ്വന്തം ബോർഡ് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അടുത്തവരുടെ ബോർഡിൽ മുദ്ര പതിപ്പിച്ച് അവരെ പുറത്താക്കുകയും വേണം. ബസർ ടു ബസറാണ് ടാസ്ക്. 2ാമത്തെ ബസർ അടിക്കുമ്പോൾ ആരുടെ ബോർഡിലാണോ ഏറ്റവും കൂടുതൽ മുദ്ര പതിച്ചിട്ടുള്ളത് ആ വ്യക്തി ടാസ്കിൽ നിന്ന് പുറത്താകും. ടാസ്ക് ആരംഭിച്ചു തന്നെ സിജോ ടാർഗറ്റ് ചെയ്ത് നോറയായിരുന്നു. കൂട്ടത്തിൽ ഋഷിയും നോറയെ ടാർഗറ്റ് ചെയ്തു, സായിയും ചെയ്തു, അതേപോലെ ജാസ്മിനും ചെയ്തു. ആദ്യ റൗണ്ടിൽ നോറ അങ്ങനെ പുറത്തായി. 2ാമത്തെ റൗണ്ടിൽ സിജോ ജാസ്മിന്റെ ബോർഡിലും ജാസ്മിൻ സിജോയുടെ ബോർഡിലും ഋഷി ജാസ്മിന്റെ ബോർഡിലും ജാസ്മിൻ ഋഷിയുടെ ബോർഡിലും മാറി മാറി അടിക്കുന്നുണ്ട്. ഇടയിൽ ശ്രീധുവിന്റെ ബോർഡിലും അടിക്കുന്നുണ്ട് ഋഷി. ഇതിന് ശേഷം സിജോയും ജാസ്മിനും തമ്മിൽ ഒരു വഴക്കുണ്ടായി. കൂട്ടത്തിൽ ഋഷിയും ഉണ്ടായിരുന്നു. ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ന്യായം പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ജാസ്മിന്റെ ഭാഗത്ത് നോക്കിയാൽ ജാസ്മിന്റെ ഭാഗത്താണ് ന്യായം. ജാസ്മിന് കൃത്യമായി പറയുന്നുണ്ട് സീല് തെളിഞ്ഞു കാണണമെന്നില്ല, സീലിന്റെ എണ്ണം മാത്രം എടുത്താൽ മതിയെന്ന്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതും കാര്യം തന്നെയാണ്. കാരണം ജാസ്മിൻ പറഞ്ഞ പോലെ വലിയ ബോർഡൊന്നല്ല, ചെറിയൊരു ബോർഡാണ്, വലിയ സീലുമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അടിക്കാൻ ആ സീല് വെച്ച് ബോർഡിൽ കൃത്യമായിട്ട് അടിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അതേപോലെ സിജോ പറയുന്നുണ്ട് റിജക്റ്റഡ് എന്ന് എഴുതിയത് കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കണമെന്ന്. സിജോയുടെ ഭാഗത്ത് നോക്കിയാൽ കഴിഞ്ഞാലും ഈ ടാസ്ക് കൊടുത്തിരുന്നു, അത് കൃത്യമായിട്ട് ക്വാളിറ്റിയോട് കൂടി തന്നെ ആ സീൽ അടിക്കണമെന്നാണ് സിജോയുടെ വാദം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി തീരുമാനിച്ച സിജോയും ജാസ്മിനെയും ടാസ്കിൽ നിന്ന് പുറത്താക്കി. അടുത്ത ഋഷി പുറത്തായി. പിന്നീട് നടന്ന റൗണ്ടിൽ ശ്രീതു ഓൾറെഡി പുറത്താകേണ്ട വക്കീലായിരുന്നു. അതുകൊണ്ട് ശ്രീതു ടാർഗറ്റ് ചെയ്ത് നന്ദനയായിരുന്നു. നന്ദനയാണെങ്കിൽ ശ്രീതു വന്നത് മുട്ടാൻ കലിപ്പിലായിരുന്നു. ഒരു ചെറിയ അടിപിടിയൊക്കെ ശ്രീതുവും നന്ദനയും തമ്മിൽ ഉണ്ടായി. ആ റൗണ്ട് തീർന്നപ്പോൾ പുറത്തായത് ശ്രീതുവും നന്ദനയായിരുന്നു. അടുത്ത റൗണ്ട് ജിൻഡോ കളത്തിലിറങ്ങി അഭിഷേകിനെ ടാർഗറ്റ് ചെയ്തു. ജിൻഡോ സീലടിക്കാൻ പോകുമ്പോൾ അഭിഷേക് പിടിച്ച് തള്ളുകയാണേണ്ടത്. അഭിഷേകാണ് ആദ്യം തള്ളിയത്. അതിനുശേഷം ജിൻഡോ അഭിഷേകിനെയും പിടിച്ച് തള്ളി. ചെറിയൊരു അടിപിടി ഉണ്ടായി. അപ്പോൾ തന്നെ ബിഗ് ബോസ് വാണിംഗ് കൊടുത്ത് ടാസ്ക് നിർത്താൻ പറഞ്ഞു. ടാസ്ക് ആ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അഭിഷേകും ജിൻഡോയും തമ്മിൽ കെട്ടിപ്പിടിച്ച് ആ പ്രശ്നം അങ്ങ് തീർത്തു. ആ റൗണ്ടിൽ പുറത്തായത് ജിൻഡോയാണ്. അവസാന റൗണ്ടിൽ അർജുനും അഭിഷേകും സായിയുമാണ് ഉണ്ടായത്. അവർ ചെറുതായിട്ടൊന്ന് ഒത്തുകളിച്ചായിരുന്നു. അവർ തീരുമാനിച്ച പ്രകാരം അർജുൻ 1ാം സ്ഥാനത്തും അഭിഷേക് 2ാം സ്ഥാനത്തും സായി 3ാം സ്ഥാനത്തുമായി. അങ്ങനെ ടിക്കറ്റ് ഫിനാലേക്കുള്ള 8 ടാസ്കുകൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പൊ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേക് തന്നെയാണ്. 13 പോയിന്റാണ് അഭിഷേകിനുള്ളത്. അർജുൻ 2ാം സ്ഥാനത്ത് 8 പോയിന്റ്, ഋഷി 3ാം സ്ഥാനത്ത് 7 പോയിന്റ്. ഇനി 2 ടാസ്കുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അഭിഷേക് തന്നെയാണ് ടിക്കറ്റ് ഫിനാലെ ഫൈനലിസ്റ്റ്. അത് എന്തുകൊണ്ടെന്നാൽ ബിഗ് ബോസ് സീസൺ 6ന്റെ വിക്കിപീഡിയ പേജിൽ അഭിഷേകിനെ ഫൈനലിസ്റ്റ് എന്ന് എഴുതി കാണിച്ചു തന്നു. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് നോക്കിയപ്പോൾ ഇപ്പൊ കാണാനില്ല. അതുപോലെ ഇനി കയറി വരണമെങ്കിൽ അത് അർജുൻ ആയിരിക്കണം. അർജുൻ 2 ടാസ്കിലും 1ാം സ്ഥാനം നേടിയെങ്കിലേ അഭിഷേകിനെ തോൽപ്പിക്കാൻ സാധ്യതയുള്ളൂ. അതെന്തായാലും നടക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് എപ്പിസോഡ് വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. അതുവരെയും ഗുഡ് ബൈ.